ഡ്രൈവിംഗ് പഠിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും പ്രയോജനം. അന്ന് ഏത് വണ്ടിയല്ല പഠിച്ചത്? പത്മിനിയോ അംബാസഡറോ? അന്ന് അംബാസഡറല്ല പഠിച്ചു. അംബാസഡറെ പഠിച്ചു. അത് വർഷം 1973. അന്ന് ഹിന്ദിക്കാരുടെ കൂടെ ഇരുന്ന് പഠിച്ചു. അതെ അതെ. നളന്ദ സ്കൂൾ ഓഫ് ഡ്രൈവിംഗ്. ഓ അത് ശരി. ഞങ്ങളുടെ കുറച്ച് മലയാളികളുണ്ടായിരുന്നു. പറയുന്നത് നളന്ദ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടാണ്. ഓക്കെ ഓക്കെ. കാരണം നളന്ദ യൂണിവേഴ്സിറ്റി 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതെ പോയതാണ്. അതെ അതെ. ഞാൻ നളന്ദ യൂണിവേഴ്സിറ്റി പുതിയ നോവലിൽ വളരെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ആ ഒരു പേര് ഡ്രൈവിംഗ് സ്കൂളിൽ എങ്ങനെ പഠിക്കാൻ പറ്റി. അതെ അതെ. ഈ നളന്ദ എന്ന് പറയുന്ന സ്ഥലമേ യുപിയിലാണ് അല്ലേ? അല്ല, ബീഹാറിലെ. ഓ, പാറ്റ്ന എടുത്താ. അത് ഏതാണ്ട് 2000 വർഷത്തിൽ മുകളിൽ പഴക്കമുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി. അത് നശിച്ചുപോയി. ചൈനക്കാരനായിട്ടുള്ള ഹ്യുവാൻ സിംഗ് അപ്പോൾ അവിടെ പഠിക്കാൻ വന്നിട്ടുണ്ട്. ഹ്യുവാൻ സിംഗ് ഇവിടെ വാങ്ങുന്നുള്ള ഒരു പാഠം തന്നെ ഞാൻ താഴത്തെ ക്ലാസ്സിൽ പഠിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഓ ശരി. അദ്ദേഹം എഴുത്തുകാരനായിരുന്നു. യാത്ര 2000 വർഷം മുമ്പ് വന്ന പഠിക്കാൻ അത്രയ്ക്ക് ഫേമസ് ആയിരുന്നു ആ കാലത്ത്. നടന്ന് ഇന്ത്യയിലെ 2 യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു, മോഹൻജദാരോയും നളന്ദയും. നളന്ദ ബുദ്ധമത കേന്ദ്രം കൂടെ. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ. കൂളിംഗ് സൈഡ് ഇച്ചിരൂടെ. ഓക്കെ ഓക്കെ, കറക്റ്റാ. ഓക്കെ ഓക്കെ. ഇങ്ങോട്ടുള്ള വെൻ്റ് ക്ലോസ് ആണ്. വരുന്നുണ്ട് കറക്റ്റാ. ഓക്കെ ഓക്കെ. ഇതെല്ലാം സെറ്റപ്പ് ചെയ്യണമല്ലോ. അതെ, പുതിയ വണ്ടി ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് അച്ഛൻ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ച് ഡൽഹി വെച്ച് വണ്ടി എല്ലാം മേടിച്ചോ? ഡൽഹി വെച്ച് വണ്ടി വാങ്ങി. ഡൽഹിയിൽ ഞാൻ ആദ്യം ജോലി ചെയ്തിരുന്ന ഒരു ചെറിയ കമ്പനി ജോലി ചെയ്തിരുന്നു. അതിനുശേഷം ഫോർട്ട് മോട്ടോർ കമ്പനിയിൽ കുറച്ച് നാൾ ജോലി ചെയ്തു. ഓക്കെ. അപ്പം അവിടെ നിന്ന് പിന്നെ ലേ ഓഫ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ്, അപ്പോൾ ഫോർട്ട് മോട്ടോർ കമ്പനി ജോലി ചെയ്യുമ്പോൾ തന്നെ ഞാൻ വണ്ടി വാങ്ങി. അത് കഴിഞ്ഞിട്ടാണ് ലേ ഓഫ് കിട്ടി കുറച്ചാൾ ഇരുന്നപ്പം ഞങ്ങൾ കുറച്ച് പേര് സമാന മനസ്സിലായിട്ടുള്ള കുറച്ച് പേര് നമ്മളെന്തിനാ ഈ ഫാക്ടറി ജോലി ചെയ്യുന്നു. നമുക്ക് ഇവിടുത്തെ എന്തെങ്കിലും സ്കൂളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങളൊരു പ്രൈവറ്റ് സ്കൂൾ കണ്ടുപിടിച്ചു. കീപ്പഞ്ചിങ് പഠിക്കുന്നു. ഓ, കീ പഞ്ചിങ്. അതായത് കമ്പ്യൂട്ടറിലെ കീ പഞ്ചിങ് ആണോ? കമ്പ്യൂട്ടറിലെ കീ പഞ്ചിങ്. അന്നത്തെ കമ്പ്യൂട്ടർ ആയില്ല ശരിക്കും അല്ലേ? ശരിയായിട്ട് ആയി വരുന്നേ ഉള്ളൂ. ടൈപ്പിങ്ങിന്റെ ഒരു എക്സ്റ്റൻഷൻ. അതെ അതെ. പക്ഷെ കമ്പ്യൂട്ടർ ഞങ്ങൾക്ക് ടൈപ്പിംഗ് അത് വരണം. പക്ഷേ അവിടെ കമ്പ്യൂട്ടർ അങ്ങോട്ട് ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ കാര്യത്തിനും കമ്പ്യൂട്ടറുണ്ട്. 69-ലാണല്ലോ അമേരിക്കക്കാർ മൂണിൽ വരെ പോയത്. പക്ഷെ അന്നത്തെ ആ കമ്പ്യൂട്ടർ സിസ്റ്റം അവിടെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കും ഇങ്ങോട്ട് എങ്ങനെയാ മൂണിൽ പോകാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് അവർ മാനേജ് ചെയ്താണ്. പക്ഷെ ഞാൻ കീപ്പഞ്ചിക്ക് പഠിച്ചു. അത് പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അവർ എന്നെ സ്പോൺസർ ചെയ്തു ബ്ലൂ ക്രോസ് ബ്ലൂ ഷീൽഡിലേക്ക്. അവിടെ ചെന്ന ജോലി കിട്ടി. ഞങ്ങളൊരു 3-4-5 പേരുണ്ടായിരുന്നു മലയാളികൾ. ഒരു ഭവാനപിള്ള, ഒരു ഷൗമേര്, പിന്നെ വേറൊരാളുണ്ട്. അന്ന് ഡൽഹി മേടിച്ച കാർ ഏതായിരുന്നു വെച്ചേ? ഷെവർലെ ഇംപാല. ഡൽഹി വെച്ച് അല്ല, ഡൽഹി വെച്ചല്ല. ഡൽഹി വെച്ച് കാറൊന്നും വാങ്ങിയില്ല. ഓ ഓക്കെ. ഇവിടെ ഡിട്രോയിറ്റ് വന്നിട്ട് ഇംപാല വാങ്ങി. പിന്നെ ഒരു വൈഫിന് വേണ്ടി ഒരു നോവയും വാങ്ങി. നോവ. അത് ഇത് ഷെവർലയുടെ നോവ. ഓക്കെ 76. ഓക്കെ ഓക്കെ. അന്ന് പോലെ ഡ്രൈവ് ചെയ്യായിരുന്നു. ഓക്കെ ഓക്കെ. അമ്മമ്മ ഇവിടെ വന്നാണ് പഠിച്ചത്? അച്ഛൻ പഠിപ്പിച്ചു കുറച്ച് അല്ലേ? ആ കാലത്തൊക്കെ ഡ്രൈവിംഗ് ലൈസൻസിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അമേരിക്കയിൽ? ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഉള്ള ആകപ്പാടെ നമുക്കുള്ള ഒരു പേടിയുണ്ടല്ലോ. അത് മാത്രമേ. ഇത്രയും വണ്ടികളുടെ ഇടയിൽ കൂടെ, ട്രക്കിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഓടിക്കുന്നത്, ഫ്രീ വെയിലൊക്കെ പഠിച്ചു. റൈറ്റ്. അത് കഴിഞ്ഞ് ഷെവർലെ, അത് കഴിഞ്ഞിട്ട് അച്ഛൻ മേടിച്ച വണ്ടി ഏതാ? ഷെവർലെ ഇംപാല വാങ്ങി. അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെയുള്ള ഒരു വണ്ടിയാണ് നോവ. നോവ വാങ്ങി. ഓക്കെ. അതൊക്കെ ഇപ്പം ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇംപാല ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് 1980 ഒരു ഓൾസ് മൊബൈലിന്റെ ഒരു ഒമേഗ എന്നത്. ഓക്കെ. ഏത് വോക്സ് വാഗന്റെയോ? അല്ല, ഓൾസ് മൊബൈൽ അമേരിക്കൻ കാറാ. ഓക്കെ. ആ മാനുഫാക്ചറിംഗ് ഒന്നും ഇപ്പൊ ഇല്ല. ഇല്ല. ഓക്കെ ഓക്കെ. ഇത് ഡിട്രോയിറ്റിലുള്ള കമ്പനികളായിരുന്നു ഇതെല്ലാം? എല്ലാം കാറിന്റെ മാനുഫാക്ചറിംഗ് മുഴുവൻ. ആ കാലത്ത് ഞാൻ ഫോർഡ് മോട്ടോർ കമ്പനി ജോലി ചെയ്യുമ്പോൾ ഒരു ഫോറിൻ മെയ്ഡ് കാർ അവരുടെ പാർക്കിംഗ് ലോട്ടിലുണ്ടെങ്കിൽ അത് യൂണിയൻകാർ തല്ലിപ്പൊട്ടി. ഓ അത് ശരി. അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അന്നൊന്നും
അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ കാർ കണ്ടു കഴിയുമ്പോൾ അവർ വലിയ പിടിക്കും. കാർ ഫാക്ടറിയുടെ കോമ്പൗണ്ടിൽ കയറാൻ പറ്റില്ല. ഒരു ഫോറിൻ കാർ കൊണ്ട് ചെന്നാൽ യൂണിയൻകാർ തല്ലിപ്പൊട്ടിക്കും. അങ്ങനെ ഒരു മെന്റാലിറ്റിയാ അങ്ങനെ കാലം ഉണ്ടായിരുന്നു. അതെ, ഇപ്പൊ അവരുടെ എല്ലാ ടൊയോട്ടയും ലെക്സസും. അതെ. അത് കഴിഞ്ഞാൽ അപ്പോൾ ആ കാലത്തൊക്കെ ഈ ഗ്യാസിന്റെ പ്രൈസോ അല്ലെങ്കിൽ അതിന്റെ മൈലേജ് വല്ല ഇഷ്യൂ ആയിരുന്നോ? അല്ല, വലിയ വിഷയമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഒരു ചുരുക്കം കാലത്തേക്ക് 1978 സമയത്താണ് തോന്നുന്നു ഒരു വലിയൊരു ഷോർട്ടേജ് വന്നു ഗ്യാസിന്. നമുക്കൊന്നും വലിയതായിട്ടൊന്നും ബാധിച്ചു. അന്നും അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുകയാണ് ഓയില്. അമേരിക്കയ്ക്ക് തന്നെ ഓയിലുണ്ട്. പക്ഷേ പല സാങ്കേതിക കാരണങ്ങളാൽ നമ്മൾ ഓയിൽ ഇന്നും പറ്റും. കാരണം അത് സൗദി അറേബ്യ ആയിട്ടുള്ള മറ്റു ഓയിൽ അവരുടെ സർപ്ലസ് അവർ കൊണ്ടുവരണമല്ലോ. അതെ, കാരണം ഇവിടെ വന്നിട്ട് റിഫൈൻ ചെയ്യണം, പിന്നെ അങ്ങോട്ട് വിൽക്കണം. കാരണം ഒരു ഇന്റർനാഷണൽ ട്രേഡാ. അതെ, അത് ഡോളറിലാണല്ലോ അതിന്റെ ട്രേഡ് എല്ലാം നടക്കുന്നത്. പക്ഷേ അമേരിക്കക്ക് അന്നും ഇന്നും വേണമെങ്കിൽ സെൽഫ് സഫീഷ്യന്റ് ആയിട്ട് നിൽക്കാം. എന്നിട്ട് അത് മൂന്നാമത്തെ കാർ ഇത് പറഞ്ഞു. നാലാമത്തെ ഏതാന്ന് ഓർമ്മയുണ്ടോ? നാലാമത്തെ കാറ് ബ്യൂക്കിന്റെ ലേസർ. ഓ, ബുയിക്കിന്റെ. അത് അമേരിക്കൻ കാർ തന്നെയാണ്. അത് ഇച്ചിരി ലക്ഷറി ആയിരുന്നോ? അത് അല്പം കൂടെ ലക്ഷറി ആയിരുന്നു. അത് ഹ്യൂസ്റ്റൺ വന്ന പിന്നെ ബുയിക്കിന്റെ 6 സീറ്റ് അല്ലെ 4 സീറ്റ് ഇതുപോലെ തന്നെ. ഓക്കെ. ഇത് ലെക്സസ് 2024 മോഡലാണ് ഈ അച്ഛൻ ഇപ്പോൾ ഇതെടുത്ത് 25 മോഡല്. ഓ, ഇതിപ്പോ ലേറ്റസ്റ്റ് വെർഷൻ. ഓക്കെ. അച്ഛന് കംഫർട്ടായിട്ട് തോന്നിയത് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇച്ചിരി ലക്ഷറി ഉണ്ട് അല്ലേ? ഓക്കെ. എക്സാക്ട്ലി. അച്ഛാ ഇതൊക്കെ അപ്പോൾ അമേരിക്ക അച്ഛൻ ഇത്രയും നാള് അതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഞങ്ങൾ അതിനിടയ്ക്ക് തന്നെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാറായപ്പോൾ ഒരു നിസാന്റെ ഒരു സെൻട്ര വാങ്ങി. നിസാൻ സെൻട്ര സിഡാൻ ടൈപ്പ് ആണ്. അതെ. അപ്പം പഴയ നോവ അങ്ങ് വൈഫിന് വേണ്ടി ഒരു നിസാന്റെ ഒരു ഫ്രോണ്ടിയർ ട്രക്കും കൂടെ വാങ്ങി. ഓക്കെ. അപ്പം രണ്ടും കൂടെ ഒരുമിച്ചാണ്. ഓക്കെ. ട്രക്ക് എന്ന് പറഞ്ഞാൽ പിക്കപ്പ് പോലെയുള്ള ഒരു സാധനം അല്ലേ? അതിന്റെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിസാൻ വന്നു, ജപ്പാൻ ബ്രാൻഡ് വന്നു. അത് കഴിഞ്ഞ് മോഹന്റെ പേർക്ക് ഒരു എന്താ പറയണ്ടത് ഒരു നിസാന്റെ ഒരു വണ്ടി. ഓ, ശരി. നിസാന്റെ നിസാൻ പാത്ത് ഫൈൻഡറോ അങ്ങനെ വല്ലതും ആണ്? വേറൊരു സിഡാൻ തന്നെ. ഓക്കെ. നിസാൻ സണ്ണി ഇവിടെ ഇല്ല, ബ്രാൻഡൊക്കെ ഗൾഫിലുള്ള വണ്ടിയാണ്. ഓക്കെ. എന്നിട്ട് നിസാൻ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിയത് ഷെവർലെയുടെ ഒരു കപ്രീസ് വലിയ വണ്ടിയാണ്. ഓ, ശരി. നല്ല ട്രക്ക് പോലെ വലിയ SUV പോലെ ഒക്കെയാ? വലിയ വണ്ടിയാ. ഓക്കെ. അത് വാങ്ങി കഴിഞ്ഞ് പിന്നെ ഇവിടുന്നൊക്കെ മോളുടെ കല്യാണമൊക്കെ അവക്കൊരു വണ്ടി ഞങ്ങൾ വാങ്ങിക്കൊടുത്തു, ഒരു ക്യാമറി. ക്യാമറി. അതും ടൊയോട്ടയുടെ ക്യാമറി. അന്ന് അത് ലക്ഷറി ബ്രാൻഡാണ്. അതെ. അത് കഴിഞ്ഞ വൈഫിന് വേണ്ടി ഒരു ക്യാമറ. ഓക്കെ. അതൊക്കെ റിലയബിൾ ആണ്, കാരണം ടൊയോട്ടയുടെ ആയതുകൊണ്ട്. ഇപ്പൊ അതിനുശേഷം പിന്നെ ഒരു ടൊയോട്ടയുടെ തന്നെ ഒരു ട്രക്ക്. ഓ, ശരി. ഒരു പിക്കപ്പ് ട്രക്ക് ടക്കോമ. ഓക്കെ. അത് കഴിഞ്ഞ വർഷമാണ് ഞാനത്. ഓ, ശരി. അതിന് നല്ല വില കിട്ടി കാണുമല്ലോ. 20 വർഷം ഉപയോഗിച്ചു. അതിന്റെ എല്ലാ ആവറേജ് വില, ബുക്ക് വാല്യൂ. അതെ. ഓക്കെ. പക്ഷെ ഇതൊന്നും അച്ഛനെ ഒരിക്കലും ഒരു ട്രബിൾ തന്നിട്ടില്ല ഈ വണ്ടികളൊന്നും. ഇല്ല, എനിക്ക് ട്രബിൾ തന്നിട്ടുള്ളത് ബുയിക്കിന്റെ ആ വണ്ടി. അത് ഒട്ടും വൃത്തിയല്ലായിരുന്നു അല്ലേ? അതിന്റെ ട്രബിൾ എന്തുവായിരുന്നു എക്സാക്ട്ലി? എഞ്ചിന്റെ പ്രോബ്ലം ആണോ സ്റ്റാർട്ടിങ് ആയിരുന്നു? നിന്ന് പോകും, ഹീറ്റപ്പ് ആവും. ഓക്കെ. അതെല്ലാം ബുദ്ധിമുട്ടി പോയി. അത് കഴിഞ്ഞിട്ട് വേറെ ഏതൊക്കെ മേടിച്ചിട്ടുണ്ടാവും? അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം വാങ്ങുന്നത് 2005 വരെയുള്ള ഞാൻ പറഞ്ഞു. അല്ല, 2003 വരെ. 2005 ഞാൻ ക്യാമറ അച്ഛൻ വീണ്ടും ഒരു ക്യാമറ മേടിച്ചു. മൂന്നാമത്തെ ക്യാമറയാണ്. ആ ക്യാമറ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ കൊച്ചു ഗ്രാൻഡ് ഇളയ ഗ്രാൻഡ് സൺ. ഓക്കെ. അത് അവൻ ഇപ്പോഴും ഉപയോഗിക്കുന്നു. കഴിഞ്ഞ മാസം അവൻ അതുകൊണ്ട് സാൻലോണി വരെ. ഓക്കെ.
പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതിനിടയ്ക്ക് അവന് വേണ്ടി ഒരു വണ്ടി വാങ്ങി, ഹോണ്ട വാങ്ങി. ഓക്കെ ഓക്കെ അത് ഇപ്പോഴും ഓക്കെ. അപ്പൊ അച്ഛൻ്റെ ഡ്രൈവേൽ എപ്പോഴും ഒരു 4 വണ്ടി ഉണ്ട് സത്യത്തില്, ചിലപ്പോ 4, 6. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഈ ഹോണ്ട വാങ്ങി കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് 2015 ഞാൻ RAV4 അതും അതൊരു മിനി SUV ആണ് സത്യത്തിൽ, ഉണ്ട് കയ്യിലുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അത് റിലയബിൾ ആയിരുന്നു അല്ലേ? അതിന് ഗ്യാസ് മൈലേജും എല്ലാം ഉണ്ട്. ഓക്കെ എക്സാക്ട്ലി. ഓക്കെ ഓക്കെ. അതിൽ പിന്നെ ഈ ലെക്സസിന്റെ ഒരു ആഗ്രഹം എന്നാ വന്നേ? ഓക്കെ ഓക്കെ. ഓക്കെ വെറുതെ ഒന്ന് പോയി. ഞാൻ അതിന് മുമ്പ് തന്നെ ഒരു ക്യാമറ വാങ്ങിയാലെന്ന് വിചാരിച്ചു അവിടെ പോയി. ക്യാമറ ഇല്ലായിരുന്നു. അത് ശരി. ഇപ്പൊ വണ്ടിക്ക് ഒരു ഷോർട്ടേജ് ഉണ്ടല്ലോ. ഇപ്പൊ ലെക്സസ് കിടപ്പുണ്ടായിരുന്നു അല്ലേ? ലെക്സസിനോട് ചെന്നപ്പോ ഒരു നല്ല ഒന്നാന്തരം ഡീലിംഗ്. ഇവര് നമ്മളെ വളരെ നല്ല. ഏത് ഷോറൂമിൽ നിന്നാണ് എടുത്ത്? വെസ്റ്റ് സൈഡിൽ. ഓക്കെ. ഇന്ത്യക്കാരുണ്ടായിരുന്നു അവിടെ സെയിൽസിൽ, അതോ ഇവിടുത്തുകാരായിരുന്നു? ഇന്ത്യക്കാരുണ്ട്, പക്ഷേ കൊളംബിയക്കാരുണ്ട്. ഓക്കെ. അയാൾക്ക് ഇഷ്ടപ്പെട്ടു പോയി. ഇന്ത്യക്കാർ അവിടുത്തെ കസ്റ്റമേഴ്സ് മുഴുവൻ ഇന്ത്യക്കാർ. അതല്ലേ, ലെക്സസ് ഒക്കെ മേടിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരാണ്. ഇതിൽ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്തോ ബേസിക്കലി ഇപ്പം പറഞ്ഞാല്? കംഫർട്ടാണോ? കംഫർട്ടുണ്ട്. പിന്നെ ആക്സിലറേഷൻ ഡീസലറേഷൻ ഒക്കെ അതൊന്നും നമുക്കൊരു ഇഷ്യൂ അല്ല. ഒരു ടോട്ടൽ ഒരു ലക്ഷറി സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അല്ല അച്ഛനിപ്പോ ഓഡിയോയുടെ പെർഫോമൻസോ ഒന്നും നമുക്ക് ഇതിനകത്ത് നോക്കാറില്ല, ഒന്നും ഓൺ ചെയ്യാറില്ല. എക്സാക്ട്ലി. ഇപ്പൊ അച്ഛൻ ഇതിപ്പം 15 വരെയുള്ള കണക്ക് പറഞ്ഞോ? സത്യത്തിൽ പറഞ്ഞല്ലേ? ഈ കാറല്ലാതെ അച്ഛന് വീട്ടില് വേറെ ഏതെങ്കിലും എക്യുപ്മെന്റ് ഇതുപോലെ ക്രേസായിട്ട് അച്ഛൻ മേടിക്കുന്ന വല്ലതും ഉണ്ടോ? അങ്ങനെയുള്ള കമ്പ്യൂട്ടറിന്റെ ലാപ്ടോപ്പുകളൊക്കെ? കമ്പ്യൂട്ടറിന്റെ ലാപ്ടോപ്പും കമ്പ്യൂട്ടർ കുറെ അധികം ഇരിക്കുന്നുണ്ട്. അതല്ലേ? കഴിഞ്ഞ 3-4 മാസം മുമ്പേ ഒരു ലൈറ്റനിങ് ഉണ്ടായിട്ട് കമ്പ്യൂട്ടർ. ഓക്കെ. വലിയൊരു പ്രശ്നമായിരുന്നു. ഓക്കെ ഓക്കെ. യാ മാമ കയറിക്കോ, ബാ. ഓ നോ പ്രോബ്ലം. ഇല്ല ഞങ്ങൾ തീരാറായി. ഓക്കെ ഓക്കെ. ഈ അച്ഛൻ ഇപ്പൊ ഇത്രയും വണ്ടികൾ മേടിക്കുകയും പറയുകയും ചെയ്തല്ലോ, അച്ഛൻ സജസ്റ്റ് ചെയ്യുന്ന യങ്സ്റ്റേഴ്സിനോട് സജസ്റ്റ് ചെയ്യുന്ന ഒരു വണ്ടി ഏതാ? യങ്സ്റ്റേഴ്സിന് ഇപ്പം ആവറേജ് ബഡ്ജറ്റ് ആണെങ്കിൽ ഞാൻ ക്യാമറ ജാപ്പനീസ് വണ്ടി തന്നെയാണ് റിലയബിൾ. ക്യാമറ അത്ര റിലയബിൾ ആയിട്ട് ഒന്നുമില്ല. ഓക്കെ ഓക്കെ. ആ ക്യാമറയുടെ കൂളിംഗ് സിസ്റ്റം എങ്ങനെയാണ്? AC ഒക്കെ ഇതിലെങ്ങനെയുണ്ട് കൂളിംഗ്? പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആണോ? ഇത് കുഴപ്പമില്ല. പക്ഷെ ക്യാമറ ബെറ്റർ ആയിരുന്നു അല്ലേ? ഇല്ല. ഓക്കെ ഓക്കെ. പക്ഷെ ക്യാമറ ഞങ്ങൾ വാങ്ങിയ ക്യാമറ എല്ലാം തന്നെ, അല്ലെങ്കിൽ ടൊയോട്ട എല്ലാം തന്നെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഒരു അതിർത്തിക്ക് ഒരു കാരണവുമില്ല. ഒരു മേജർ റിപ്പയറും ഇല്ല ഒരിക്കലും. ഒരു എഞ്ചിന്റെ വർക്കോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ അച്ഛൻ പറയുകയാണെങ്കിൽ ക്യാമറ തന്നെ എടുത്തോളാൻ പിള്ളേരോട് പറയുന്നത് അല്ലേ? ഹോണ്ട എങ്ങനെ ഉണ്ടായിരുന്നു? പോരാ ഇല്ല. ഓക്കെ ഓക്കെ. വേറൊരു കാര്യം ചോദിച്ചാൽ അച്ഛാ, ഇപ്പൊ ഈ ലക്ഷറി ഈ ലെക്സസ് എടുത്തു, ഇനി എന്തെങ്കിലും ഒരു വണ്ടിയോടെ അച്ഛൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേതായിരിക്കും? ഇല്ല. ഓക്കെ ഓക്കെ. അച്ഛൻ പറയാ ഞാൻ ലെക്സസ് വരെ ഓടിച്ചു, നിങ്ങൾ ഇതിലും വലിയ നല്ലൊരു വണ്ടി എടുക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചാൽ ഏത് വണ്ടി പറയും? പറയുന്നില്ലേ? നിങ്ങളുടെ ബഡ്ജറ്റിൽ തന്നെയുള്ള വണ്ടി എടുക്കുക. അതെ എക്സാക്ട്ലി. ഓക്കെ അച്ഛാ, ഓൾ ദ ബെസ്റ്റ്. അച്ഛൻ ഇത് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഈ യാത്രകളിൽ എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? മറ്റവർ വന്ന് സൈഡിൽ പോരുകയോ? അല്ലാതെ മറ്റ് പ്രയാസങ്ങളൊന്നും ഇവിടെ ഹ്യൂസ്റ്റൺ ടെക്സസിലൊന്നും അച്ഛൻ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഇത് തന്നെ. അതിനല്ലേ പള്ളിയിലോട്ടുള്ള വരവേ ഉള്ളൂ. ഒരു ഡോക്ടർ ഓഫീസ്, പള്ളി, പിന്നെ ഡോക്ടർ ഓഫീസും പള്ളിയും ഗ്രോസറി കട അത്രയല്ലേ ഉള്ളൂ. അപ്പം ലിമിറ്റഡ് ഓട്ടോ രാത്രി ഓടിക്കില്ല. ഓക്കെ ഓക്കെ. അച്ഛൻ ലോങ്സ്റ്റ് ഓടിപ്പോയ അമേരിക്കയിലെ ഡ്രൈവ് ഏതായിരിക്കും? ഡിട്രോയിറ്റിൽ നിന്ന് ഹ്യൂസ്റ്റണിൽ വന്നിട്ടുണ്ട്. ഡിട്രോയിറ്റ് നിന്ന് ഹ്യൂസ്റ്റൺ, അതൊരു 1000 മൈല്? 1000 മൈല് കൂടുതലാണ്. അത് 2 പ്രാവശ്യം ഞാൻ ആദ്യം ഇവിടെ കാണാൻ വന്നു, പിന്നെ 2ാമത് വന്നു, പിന്നെ അന്ന് മിഷീനിലായിരുന്നപ്പോൾ ധാരാളം ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇവിടെ ആദ്യകാലത്ത് വന്നപ്പം ഞങ്ങൾ ഡാളസിലേക്ക് ഒരു
പല പ്രാവശ്യം ഡാളസിലേക്ക് അന്ന് പോകുമായിരുന്നു. ഇപ്പൊ ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് ചെയ്യില്ല. പിന്നെ ന്യൂ ഓർലിയൻസിൽ പോകുമായിരുന്നു. പിന്നെ ഓസ്റ്റിനിൽ, സാൻ അന്റോണിയോ, ഓസ്റ്റിൻ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അച്ഛാ, ഈ സ്നോവിൽ അച്ഛൻ്റെ എങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാല്? ഡിട്രോയിറ്റിൽ വെച്ച അന്നത്തെ കാലത്ത് സ്നോ ടയർ മാറണം. സ്നോ ടയറിലോട്ട് മാറ്റണം, ആ ക്ലൈമറ്റ് മാറുമ്പോൾ. ഒരു ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ സ്നോ ടയർ, മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് വീണ്ടും തിരിച്ചു മാറ്റും. അതൊരു വലിയൊരു ഹെഡേക്ക് ആയിരുന്നു. ഓക്കെ, ആ ചെയിൻ ഇടണമൊക്കെ. അതെ, ഹ്യൂസ്റ്റണിൽ വന്നപ്പോൾ പിന്നെ നമുക്ക് ആ പ്രശ്നമില്ല, ഇഷ്യൂ ഇല്ല. അപ്പം ചില സമയത്ത് സ്നോയിലൊക്കെ വണ്ടി എടുക്കാൻ ഇച്ചിരി ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. രാത്രിയിൽ എവിടെയെങ്കിലും മിഡ് നൈറ്റിൽ പോയി സ്റ്റക്കായിട്ടുണ്ടോ ജോലി? അങ്ങനെയുള്ള വലിയ ഹെവി സ്നോഫോളിലൊന്നും ആയിട്ടില്ല. കാരണം അന്ന് ഇമ്പാലയല്ലേ ഞാൻ ഓടിക്കുന്നത്, പ്രശ്നമൊന്നുമില്ല. ഇല്ല, നല്ല വണ്ടിയാണ്. പക്ഷേ അനുഭവസ്ഥരുണ്ട് അല്ലേ, കൂടെ ഉള്ളവരൊക്കെ പലർക്കും പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടിയവരുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആദ്യത്തെ സ്നോ വീണപ്പം വണ്ടിയിൽ നിന്ന് സ്നോ മാറ്റാൻ വേണ്ടി നമുക്കൊരു ബ്രഷ് പോലും ഇല്ലായിരുന്നു. അച്ഛാ, ഇതിനൊക്കെ ഒരിത്തിരി എക്സ്പീരിയൻസ് വേണം. ആ തണുപ്പോടെ കാനഡയിലുള്ളവർ അനുഭവിക്കുന്ന പോലെ അല്ലേ? ഓക്കെ അച്ഛാ, താങ്ക് യു സോ മച്ച്. അച്ഛന് കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹമുണ്ട്. നമുക്ക് അടുത്ത ഒരു സെഷൻ കാണാം. താങ്ക് യു സോ മച്ച്.